സ്കിറ്റ് ആയിരുന്നു കേട്ടോ. ത്രൂ ഔട്ട് ഒരു സെക്കൻഡ് പോലും ഞങ്ങൾ വെറുതെ ഇരുന്നിട്ടില്ല. നിങ്ങൾ ഞങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു. എന്ത് രസമായിരുന്നു. റിയൽ ലൈഫിൽ ആർക്കെങ്കിലും ഈ ഒരു ഇൻസിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബിലോ. നേരെ നമ്മൾ അങ്ങോട്ട് പോവാണ് പവർ ടീമിലേക്ക്. യെസ് നെൽസൺ ചേട്ടാ, അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. നിങ്ങളുടെ കയ്യിരിക്കുന്ന സാധനം ഞാൻ എന്തിനു ഇനി പുറത്തു പോയി മേടിച്ചിട്ട് വരും, എങ്ങനെ മേടിച്ചിട്ട് വരും? പുറത്തുനിന്ന് വാങ്ങണം. നിങ്ങളുടെ ഇരിക്കില്ല, എന്തിനാ പുറത്തു പോകുന്നത്? അതല്ല, ഇതൊന്ന് പുറത്തുനിന്ന് വാങ്ങണം. എടാ ഇത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു, ഇത് എന്തിനാണ് പുറത്തുനിന്ന് മേടിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. എന്റെ അപ്പാപ്പ, ഇത് പപ്പാപ്പന്റെ കയ്യിലാണ്. ഇത് പോയി പുറത്തുനിന്ന് വാങ്ങണം. ഞാൻ ഇത് പുറത്തുനിന്ന് മേടിച്ചു, ഇതാ കൊണ്ട് തന്നു. സിമ്പിൾ. ഇത് മരുന്നിന്റെ ലിസ്റ്റ്. ഇത് പോയി പുറത്തുനിന്ന് വാങ്ങണം. മരുന്നിന്റെ ലിസ്റ്റ് പറയണ്ടേ? ഞങ്ങൾ കൊച്ചിയിലേക്ക് ഇതുപോലത്തെ അമ്മച്ചുകാരുണ്ട്, കറക്റ്റ് ഇതുപോലത്തെ കൊച്ചിയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? എന്റെ വയസ്സെന്ന് പറഞ്ഞ പുന്നമറ്റത്തില് ഇല്ലി പൂത്ത കാലത്തുള്ള ഞാൻ. പുന്നമറ്റത്തിൽ ഇല്ലി പൂക്കുന്നതൊക്കെ ഒരു വയസ്സാണോന്ന്? ഇവരുടെ വീട്ടുകാർ ഒരു സാധനം എഴുതി വെക്കത്തില്ല, പഞ്ചായത്ത് രേഖയില്ല, എപ്പ പ്രസവിച്ചു, എത്ര വയസ്സുണ്ട്, ഇതിങ്ങൾക്കൊന്നുമേ അറിയില്ല. അപ്പാപ്പന്റെ വയസ്സ് പറഞ്ഞാലും മതി. ഞാൻ ആദ്യത്തെ കൊയ്ത്ത് മേടത്തിലെ കൊയ്ത്തിനുള്ളതാ ഞാൻ. ഏത് മേടത്തിന്റെ? മേടത്തിന്റെ അല്ല, മേട ഇടവം ചിങ്ങം കന്നി കന്നി എന്നൊക്കെ പറയല്ലേ. അങ്ങനൊന്നും എഴുതി പിടിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യും, ഒരു 80 വയസ്സെങ്കിലും ഉണ്ട് മനുഷ്യന്. 80 വയസ്സോ? ഉണ്ട്. ആദ്യമായിട്ട് പ്രസവിക്കുവാന്നോ? 12ാമത്തെ. ബിനീഷ് ബാസിന് എത്രാമത്തെ മോനാ? നാലാമത്തത്, ഇളയത്. എളിയത്. ഓക്കെ, അല്ല 12 വരെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് എല്ലാവരോടും. അടിപൊളി. ശുഭം ഒരു ക്യാരക്ടറും കൂടി ഉണ്ട്, ആ കുഞ്ഞാവ ക്യാരക്ടറും കൂടെ. എല്ലാവരും അടിപൊളിയായിട്ട് perform ചെയ്തു. ഒരു ഹോട്ട് ന്യൂസ് ഉണ്ട് ഇവിടെ, ആരും അറിയാത്തൊരു കാര്യം. ലൈവ് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. അനുമോൾ അനുകുട്ടിക്ക് കേരള സ്റ്റേറ്റ് അവാർഡ്. ഹാപ്പി ഫോർ യു അനുവിന്. സൂസു എന്നുള്ള സിറ്റ്കോം ടെലിവിഷൻ സീരിയൽസ് മികച്ച 2ാമത്തെ നടിയായിട്ടാണ് അനുവിന് വന്നിട്ടുള്ള ടൈറ്റിൽ. സ്റ്റേറ്റ് അവാർഡാണ്. അനു, കൺഗ്രാറ്റ്സ് അനു. ഒരുപാട് അവാർഡ്സ് നമ്മൾ മേടിക്കാൻ പോവെങ്കിലും ഇത് സ്റ്റേറ്റ് അവാർഡാണ്. എന്താ തോന്നുന്നത് ആ അവാർഡിന്റെ വലുപ്പം? ഞാൻ സ്വപ്നത്തില് വിചാരിച്ചിട്ടില്ല എനിക്കിങ്ങനെ അവാർഡ് അല്ലാത്ത അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ പറയാം. കുറച്ചു മുമ്പ് അഖിലേട്ടനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അനുപേട്ടനെ കളിയാക്കും, സുസു നിർത്തിയോ എന്നൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല, എന്നെ എപ്പോഴും സുസു സുസു എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാവരും. പക്ഷെ ഇതിപ്പം അത് കഴിഞ്ഞ സെക്കൻഡ് പോലും അത് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് എന്ത് പറയണമെന്ന് വിശ്വസിക്കാൻ പറഞ്ഞ ഒരാള് മാജിക്കൽ അല്ലെങ്കിൽ ഡിവൈൻ പവേഴ്സ് കാണിക്കുന്നുണ്ട്. സത്യമായിട്ടും അനുവിന്റെ സൂസുവിനെ പറ്റി പറഞ്ഞൊരു 5 സെക്കൻഡ് ആയിട്ടില്ല, അപ്പോഴേക്കും പറഞ്ഞതല്ലേ ഉള്ളൂ. എനിക്ക് അപ്പോഴേ അറിയാൻ അവാർഡ് കിട്ടുന്നത്. ഇനി എന്ത് പറയുമെന്നറിയാം, ഇവിടെ വന്ന് ഇരുന്നുകൊണ്ടാണ് അവാർഡ് കിട്ടിയത്. അല്ല, അനു നല്ല ആക്ടിങ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ട്, അപ്പോഴേ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ചായ കുടിച്ചവരെല്ലാവരും എല്ലാവർക്കും അവാർഡ്. ഒരുപാട് സന്തോഷാണ്. ആൻഡ് പ്രേക്ഷകരുടെ പ്രാർത്ഥനയും. ഓൾ ദ ബെസ്റ്റ്. അനു പറഞ്ഞില്ലേ ഇതിന്റെ ആഘോഷത്തിന് അണ്ണന്റെ ഒരു ഡാൻസ് ഉണ്ട്. ഏതെണ്ണന്റെ? ഉല്ലാസണ്ണന്റെ. ഉല്ലാസമുണ്ട്. അത് പൊളിക്കൂ. 2 സ്റ്റെപ്പ്. മറ്റേ വയറുകൊണ്ടുള്ള. അതെ അല്ലേ, അതല്ല കാണണം. എനിക്ക് തീരെ വയ്യാതെ നിൽക്കാണ്. എന്നാലും നമ്മുടെ അനുവിന് അവാർഡ് കിട്ടിയ സന്തോഷത്തിൽ 2 സ്റ്റെപ്പ് വയ്ക്കാം. പൊളിക്കൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. വലിയ അച്ചീവ്മെന്റാ. Adi very high point.
നിങ്ങൾ കൊണ്ടുപോയിക്കോ. അതുകൊണ്ട് സത്യം പറഞ്ഞാലും അറിയാം ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് ഇങ്ങനെ മരവിച്ച് നിൽക്കുകയാണ്. ചെറിയൊരു അച്ചീവ്മെന്റ് അല്ല, ശരിക്കും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അനു ഇവിടം വരെ എത്തിയിട്ടുള്ളത്. ഹാർഡ് വർക്ക് പേസ് ഓഫ്. അനൂപ് അവിടെ കരയാണ്, ഇനി പേയ്മെന്റ് കൂടുതൽ കൊടുക്കില്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയോണ്ട്. സ്റ്റേറ്റ് അവാർഡ് കിട്ടില്ല എന്ന് എനിക്ക് അറിയാമെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. എന്നാൽ ഞാൻ അതിനു വേണ്ടി പ്രയത്നിക്കും. എപ്പോഴെങ്കിലും നീ വയസ്സായാലും ശരി ഒരു ക്യാരക്ടർ ചെയ്ത് എനിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇതിപ്പം നമ്മൾ ആഗ്രഹിച്ചാലും ഹാർഡ് വർക്ക് ചെയ്താലും കിട്ടും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ അല്ലേ? അവള് ചെറുപ്പം മുതൽ ആഗ്രഹിച്ചാണ്. ഈ 40-ാമത്തെ വയസ്സിൽ നമുക്ക് അത് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ 65-ാമത്തെ വയസ്സിൽ നിങ്ങളിത് എങ്ങനെ ഇത് പറയണത്? സുരാജ് ചേട്ടനോടും നവി ചേച്ചിയോടും മിയോടൊക്കെ അനുവിനെ പേഴ്സണലി അത്രയ്ക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പറയാണ്. കമ്പനിയുടെ അടുത്ത് പറയും മനു ലൈക്ക് കാലത്ത് കാറിലാണ് വരണേന്ന് പറയും. ലൈക്ക് അന്നത്തെ ആ ഒരു ട്രാവലിംഗ് പേയ്മെന്റും കൂടെ അനുവിന് സ്വരുക്കൂട്ടാൻ വേണ്ടിട്ടാ. അനു പോകുന്നത് ചിലപ്പോൾ പറഞ്ഞിട്ടിട്ട് ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോയിലോ ഒക്കെ ആയിരിക്കും. അത്ര വരെ. അപ്പോൾ ചേച്ചി എനിക്ക് അപ്പൊ ഇത്ര രൂപ ട്രാവലിംഗ് അലവൻസ് കിട്ടി, കാറിന്റെ പേയ്മെന്റ് എനിക്കിതാ ഓട്ടോയിൽ പോയ 200 രൂപയെ വരുള്ളൂ ചേച്ചി. അങ്ങനെ സ്വരുക്കൂട്ടി ഹാർഡ് വർക്ക് ചെയ്തെന്ന് അവളുടെ ഫാമിലിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം സുരാജാണ്. ലോറിയിൽ വന്നിട്ടുണ്ട്, ലോറിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലോറി സുരാജ് ചേട്ടൻ ഇതൊക്കെ പറയുമ്പോ ഭയങ്കര ഇമോഷണൽ ആവുണ്ടല്ലോ. സുരാജ് ചേട്ടൻ എന്തെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുണ്ടോ? ശരിക്കും എന്താ നമ്മളിപ്പോ നമുക്കൊന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. കാര്യം ബിഗിനിങ് ടൈമിൽ വീട്ടിൽ നിന്ന് പോലും ഭയങ്കര സപ്പോർട്ട് കുറവായിരുന്നു. എൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് മിമിക്രിക്ക് പോകണം, കയറാത്ത 4 അക്ഷരം പഠിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. പക്ഷെ അവിടെ നിന്നെല്ലാം നമുക്ക് നമ്മുടെ ആഗ്രഹം ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു അഭിനയ രംഗത്ത് തന്നെ വരുന്നു. അവിടെ നിന്ന് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ പോലെയാണ്. അനു ഭയങ്കര സന്തോഷം. പാലക്കാട് നിന്ന് ഒരു ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് അനു ലൈക്ക് കാറിൽ അങ്ങനെയൊന്നും അല്ല ട്രാവൽ ചെയ്യുക. അനു ബസ്സിലും അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുക. പിറ്റേ ദിവസം ഷൂട്ട് ഉണ്ട്, അനുവിന് വണ്ടി കിട്ടണില്ല. അനു പർദ്ദയിട്ടിട്ട് ലോറിക്ക് കൈ കാണിച്ച് വന്നിട്ടുള്ള ഒരാളാണ് അനു. തിരിഞ്ഞു നോക്കുമ്പോ ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇനിയും ഉയരങ്ങളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാനിയെ എത്തി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുവിന് എന്താ പറയാനുള്ളത്? മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് മാത്രമല്ല, ഇനി ഓസ്കാർ അവാർഡ് വരെ ഇവരെ തേടിയെത്തട്ടെ എന്ന് അങ്ങേറ്റം ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷമായി. ഒരുപാട് കളിയാക്കൽ വരുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് ക്ലിയർ ആയിട്ട് പുറത്തിറങ്ങുന്നത്, അല്ലെ? കളിയാക്കലൊക്കെ ലക്ഷ്മി പറയുമ്പോഴാണ് കേട്ടോ ഇങ്ങനൊരു മുഖം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയത്തേയില്ലായിരുന്നു. ലൈഫിൽ എപ്പോഴും മോളെ ഒറ്റ കാര്യമുള്ളൂ, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പാരൻസിന് വേണ്ടി നമ്മൾ ജീവിച്ചാൽ ഒരിക്കലും നമ്മളുടെ വിളക്ക് കെടില്ല. എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതായത് പുറത്ത് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും എല്ലാവരും വന്ന് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാളിന് ചിലപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത് എളുപ്പമായിരിക്കത്തില്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ അതിനൊരു മാർഗം കണ്ടുപിടിച്ച് മോളതൊക്കെ ചെയ്യുന്നില്ല. ഗുരുവായൂരപ്പൻ എന്നും മോളുടെ കൂടെ ഉണ്ടാവും. God bless you more and more. അനു നമ്മുടെ ഷോയിലൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം കാറൊക്കെ മേടിച്ചു കേട്ടോ. പക്ഷെ കാറിലെ പെട്രോൾ അടിക്കാൻ കാശലവല്ലേ. അപ്പൊ അതിനേക്കാൾ ചുരുക്കുന്നത് ലൈക്ക് മിനിമൽ എങ്ങനെ എക്സ്പെൻസിലൂടെ നമുക്ക് ജീവിക്കാം അല്ലെ. ബാക്കി എല്ലാം അച്ഛനും അമ്മയ്ക്കും ഫാമിലിക്കും ഉള്ളതാണ്. അങ്ങനെയാണ് അനു സ്വരുക്കൂട്ടി മുന്നോട്ട് പോണേ. എന്താ തോന്നണേ? ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് എനിക്കൊന്ന് 11 വർഷമായുള്ളൂ. അന്ന് എനിക്ക് അച്ഛന് കാറുണ്ട്. ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ഞാൻ അമ്മയും ബസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്, ബസ്സിലും ട്രെയിനിലും. അപ്പം ഞങ്ങൾ ലേറ്റായാലും ഞങ്ങൾ തിരിച്ച് ബസ്സിൽ. അപ്പം എനിക്ക് അന്ന് പോലെ ഭയങ്കര വാശിയാണ്. കാശ് സേവ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഫുൾ എമൗണ്ട് കൊടുത്ത് എനിക്കൊരു കാർ മേടിക്കണം എന്നുള്ളത്. ഞാൻ മേടിച്ചു. എന്നാലും പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫീൽഡിൽ എത്തുന്നതാണ് കാണുമെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം കാശ് സേവ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക, വീട് വയ്ക്കുകയാണെങ്കിലും സ്ഥലങ്ങൾ മേടിക്കണം. എനിക്ക് ട്രിവാൻഡ്രം സിറ്റി തന്നെ ഒരു വീട് വയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സ്ഥലം മേടിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. അങ്ങനെ കാശ് നന്നായിട്ട് സേവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം സാധിച്ചു. ഒരുപാട് പേര് സ്നേഹിക്കാനുണ്ട് ഇവിടെ തന്നെ. പിന്നെ ഫാമിലി ആണെങ്കിൽ അമ്മ അച്ഛൻ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അതാണ് ഇത് എല്ലാവർക്കും ഒരു മാതൃകയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് ഒരു മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വവും കൂടിയാണ് നമ്മുടെ അനു. അമ്മയും അച്ഛനും അവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പോലും. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും അവരുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ എനിക്ക് കടപ്പാടുള്ളത്.
കൈ നിറയെ പ്രൊജക്ട്സുമായിട്ട് ഒരുപാട് അച്ചീവ്മെന്റ്സുമായിട്ട് അനു ഇനി മുന്നോട്ടുണ്ടാവും. പ്രേക്ഷകരോടും അനുക്കുട്ടിയെ ഇഷ്ടപ്പെട്ടതിനും അതെ, ഈ ഒരു ക്യാരക്ടർ ഏറ്റെടുത്തു. പക്ഷേ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷം. എന്നെ കാസ്റ്റ് ചെയ്ത ഇതിന്റെ ഡയറക്ടർ എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അനുക്കുട്ടിക്ക് State Award winner ki jai. Confident moment of the day brought to you by Ujala Crisp and Shine. പുറത്തുനിന്ന് വാങ്ങണം. നിങ്ങളുടെ ഇരിക്കില്ല, എന്തിനാ പുറത്തു പോകുന്നത്? അതല്ല, ഇതൊന്ന് പുറത്തുനിന്ന് വാങ്ങണം. എടാ ഇത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു, ഇത് എന്തിനാണ് പുറത്തുനിന്ന് മേടിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. എന്റെ അപ്പാപ്പ, ഇത് പപ്പാപ്പന്റെ കയ്യിലാണ്. ഇത് പോയി പുറത്തുനിന്ന് വാങ്ങണം. ഞാൻ ഇത് പുറത്തുനിന്ന് മേടിച്ചു, ഇതാ കൊണ്ട് തന്നെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. So now we are saying bye from IHNA Australia and Pavaram Cook of Smart Curry Powder, C Kerala Super Show co-presented by Sunfeast Bobsers, co-powered by Indian Institute of Commerce Lakshya and Ujala Crisp and Shine. Our ice cream partner Camry Ice Cream, special partners Kia Ceros, Equastar, UPVC Rain Gutters, Cardia Coconut Oil and energy partner Suntip Tea. Saying to the bye.